ഈ കഴിഞ്ഞ 20 പന്തീരങ്കാവ് സൗപർണിക എന്നുള്ള ജ്വല്ലറിയിൽ സൗദാബി എന്നൊരു പെണ്ണ് മോഷണത്തിന് വന്നില്ലേനാ. അത് മുഴുവന് വൈറലായിക്കുന്നു, എല്ലാ സ്ഥലത്തും എത്തിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിന്. പക്ഷേ എൻ്റെ വീഡിയോക്ക് എത്ര കമൻറ്റ് വന്നത്, അതൊക്കെ നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് കുറച്ചേ ഉള്ളൂ. എന്താ ചെയ്യുക, എങ്ങനെ ആയാലും ഇങ്ങനെ വേണ്ടില്ലേന്ന് അഭിപ്രായത്തിൽ ഞാൻ യഹൂദി എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ യഹൂദീൻ്റെ അർത്ഥം തന്നെ എനിക്കറിയില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പിന്നെ സ്കൂളിലേക്ക് പോണ വഴിക്കിലൊക്കെ ഓരോ വീടുകളുണ്ടല്ലോ, ആ വീട്ടിലുള്ള ഉമ്മമാർ വിളിക്കുന്നതാണ് മക്കളെ പണിയൊന്നും കഴിക്കാണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ, എടീ യഹൂദിയെ ഈ എന്താണ് അടിച്ചാരില്ല പാത്രം കഴിയില്ല അതൊക്കെ ആക്കാണ്ട് ഇജ്ജ് വേഗം സ്കൂളിൽ പോയിക്കുന്നത് ഇങ്ങോട്ട് പാടി യഹൂദിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ പൊടി എടിയും പട്ടി നായി എന്നൊക്കെ വിളിക്കില്ല, അതുപോലത്തെ ഒരു വാക്ക് വിചാരിച്ചിട്ടാണ് ഞാൻ യഹൂദീനെ അത്രേ കണ്ടിട്ടുള്ളൂ. അത് വലിയൊരു വിഷയമാക്കി ആൾക്കാരുള്ള മുഴുവൻ കമൻറ്റിൻ്റെ പഠിച്ചവനെ താത്ത യഹൂദി എന്ന് പറഞ്ഞാൽ എന്താണ്, യഹൂദി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പർദ്ദട്ട പെണ്ണിനെ യഹൂദിയല്ല. ഒരുപാട് കമൻറ്റ് ഉണ്ട്, കമൻറ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയുന്നില്ല. പെട്ടതുപോലെ ആയിപ്പോയി ഞാൻ. അതിലൊരു കമൻറ്റ് എന്താന്നാ പറഞ്ഞത്, ആ സ്ത്രീ സൗദ എന്ന് പറഞ്ഞ പെണ്ണ് മാല വിൽക്കാൻ വേണ്ടി പോയിട്ട് അയാൾ പൈസ കൊടുക്കിയിട്ട് മാല പിടിച്ച് വലിക്കാന്ന്. എന്തൊക്കെ വർത്താനാണ് പറഞ്ഞത്. ഞാൻ അതിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് കാട്ടിത്തരാം, അതിൽ നിങ്ങൾ നോക്കി നോക്കുന്നുണ്ട് ആ വീഡിയോയിൽ എന്താ ചെയ്യുന്നത്. ഞാൻ സ്വയം പറഞ്ഞതാണോ അല്ലെങ്കിൽ സത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. ഈ സൗദാബിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ലേ, ഭർത്താവിന് അസുഖം അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖമായിട്ട് കക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ സൗദാബി എന്ന് പറഞ്ഞ പെണ്ണ് ഭർത്താവും മക്കളും ഉണ്ടായിരിക്കെ വേറൊരു പുരുഷൻ്റെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണാണ്. ഓളിങ്ങനെ 2-3 സ്ഥലത്ത് കക്കാൻ പോയിട്ട് അവിടെ നിന്നൊക്കെ പിടിച്ചിട്ട് ഓളങ്ങനെ പഞ്ചായത്താക്കി വിട്ടതാണ്. അങ്ങനെയുള്ള ഓളാണ്. ഇപ്പോൾ ഓളെ കൊണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും. അത് നമുക്ക് ഞാൻ 8 ലക്ഷം ഒരു പ്രശ്നമില്ല, ഒരു ദിവസമില്ല ആകത്തന്നെ ഞാൻ വരാം. അത് നിങ്ങൾ എന്നാൽ ഈ ബില്ല് കാണിക്കാൻ ബില്ല് കാണിക്കാം, അപ്പൊക്കെ ഉറപ്പിച്ചോളില്ല. അങ്ങനെ ഞാൻ കുട്ടികൾ തപ്പുണ്ട് വേറെ തപ്പുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഇവിടെ തന്നെയാണ്. ഞാൻ കജാനൊരു ബാക്കിൽ വള കിടക്കുമ്പോൾ പെട്ടെന്ന് അടിക്കാൻ ഞാൻ അടിച്ചു കളിക്കും, അതേ ഉള്ളൂ. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്ന ഞാൻ അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങളും പല ഇതും ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ നല്ല പിള്ള ആവണ്ട, നിങ്ങളും മോശമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഒരാൾ കമൻറ്റ് പറഞ്ഞത്. ഞാനങ്ങനെ കമൻറ്റ് അല്ല, ഞാനിങ്ങനെ ഒരു സംഭവം എഴുതി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അയൽവാസികൾ, നിങ്ങൾക്കൊക്കെ ഒന്ന് പിന്നെ എന്നെ അറിയില്ല വിചാരിക്കുക, നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ എനിക്ക് അയൽവാസികളുണ്ട്, എനിക്ക് ഫ്രണ്ട്സുകളുണ്ട്, എൻ്റെ കുടുംബങ്ങളുണ്ട്, എൻ്റെ പിയാപ്പൻ്റെ കുടുംബങ്ങളുണ്ട്, ഉമ്മൻ്റെ കുടുംബമുണ്ട്, ആപ്പ കുടുംബമുണ്ട്, എല്ലാ കുടുംബങ്ങളും. ഇവരൊക്കെ ചോദിക്കൂലേ വൈദ ഈ നന്നായിക്കണമെന്ന് ചോദിക്കൂലേ. വൈദ എന്നാണ് എൻ്റെ പേര്, വൈദാസ് വേൾഡ് ചാനലിൻ്റെ പേര് വൈദാസ് വേൾഡ്. അപ്പോൾ വൈദ ഈ നന്നായിക്കണോ, ഈ ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ പറയും, ഈ ആരാണ് ഈ ആദ്യം നന്നാവും എന്നോട് പറയില്ല. അങ്ങനത്തെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടും. എന്താണ് ആൾക്കാരെ നിങ്ങൾ എന്ത്